ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം നോക്കാം. നമ്മൾ ഒബ്സർവേഷൻസ് മാത്രം തന്നു കഴിഞ്ഞാൽ പാർട്ടൈൽ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് ഡിസ്കസ് ചെയ്തു. ഒബ്സർവേഷൻസിനൊപ്പം ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പറയാൻ പോകുന്നത് ക്ലാസ് ഡിസ്ട്രിബ്യൂഷനാണ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ ഒബ്സർവേഷൻസ് എന്താണ് ക്ലാസ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ, അല്ലേ, ക്ലാസ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലേ. ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഫ്രീക്വൻസി എഴുതുന്നു. ഒപ്പം ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. n കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി നമ്മളവിടെ ഇക്വേഷൻസ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഈ രീതിയിൽ ക്ലാസ് തന്നിട്ടുണ്ടെങ്കിൽ, ഒബ്സർവേഷൻസ് ഡയറക്റ്റ് തരാണ്ട് ക്ലാസ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. QI എന്നൊരു പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. QI പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ പറഞ്ഞിരുന്നു Li + n/4, അല്ലേ, IN/4 - m × C/f എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ. ആ ഇക്വേഷൻസാണ് ക്ലാസ് തരുമ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോഴല്ല, അതാണ് ക്ലാസും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൂടി വരുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻസാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, ക്ലാസ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് n/4 ആണ് കേട്ടോ. അത് നോക്കണം. ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ n+1 എടുക്കുന്നില്ല. n+1 എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എന്താണോ എന്ന് ആലോചിച്ചാൽ മതി. ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ ഈ n/4 കണ്ടില്ലേ, ആ n/4 എന്താണെന്ന് നോക്കാം. 100/4 അല്ലേ കിട്ടുന്നത്. ഈ 25 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ കിടക്കുന്നത് നോക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 25 കിടക്കുന്നത് ഏതിനോടടുത്താണ്? 26ലാണ്, അല്ലേ. 26നോട് എടുത്താണ് എന്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ 26ൻ്റെ ഉള്ളിൽ പെടുന്നതാണ് 25 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട നമ്മുടെ Q1 ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ Q1 ക്ലാസ്, അല്ലേ. Q1 റോ പറയുന്ന അതിലെ വാല്യൂസാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് എടുക്കുക. L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, അവിടെ പറഞ്ഞിരുന്നു, ഡെഫിനേഷൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം. നമ്മുടെ Q1 ക്ലാസ്സിൻ്റെ ലോ ലിമിറ്റാണ് L1, അല്ലേ, അല്ലെങ്കിൽ Li. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 35 to 40 ആണ് നമ്മുടെ QI ക്ലാസ്. അപ്പോൾ അതിൽ ലോവർ ലിമിറ്റ് പറഞ്ഞാൽ 35 ആണ്. ലെവൽ 35 എഴുതി. ഇനി M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കണം, നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസിയാണ് M കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്രീക്വൻസി 26ലാണ് നമ്മുടെ 25 വീഴുന്നതെന്ന് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് M കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അത് ഓർത്ത് വയ്ക്കണം. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിൻ്റെ ഡിഫറൻസ്, അല്ലേ. 30 to 40 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് എത്ര? 5 ആണ് വരുന്നത്. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് F. ഇനി ഓരോന്ന് കൊടുക്കുന്നു. 35 × 25 - 10/16 × 5, ദാറ്റ് ഈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 39.68 എന്ന് കിട്ടും. ഇനി Q2 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, Q2 കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അല്ലേ, Q2 എന്താ ചെയ്യുക? ഇതേപോലെ തന്നെ Q2 എന്ത് ചെയ്യണം? Q2ൻ്റെ n/2 ആണ്. ഇവിടെ നോക്കുക, Q2ൻ്റെ ഇക്വേഷൻ എഴുതുക. അപ്പോൾ n/2 ആണ് വരുന്നത്. n/2 ചെയ്യുക, 50 കിട്ടും. 50 ഇതിലാണ് വരുന്നത്, നോക്കുക. 50 വരുന്നത് ഇവിടെ 50 നമുക്ക് വരുന്നത് ഏതിലാണ് നോക്കാം. 50 വരുന്നത്, 50 എന്ന വാല്യൂ വരുന്നത് 44-ലല്ല, എന്താണ്, 71-ലാണ് വരുന്നത്, അല്ലേ. 71-ലാണ്. 71 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ്? 45 - 45 × 50, അല്ലേ. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് Q2ൻ്റെ റോ എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ എന്ത് വരും? L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 വരും. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 വരും. M എന്ത് വരും? M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് ഏതാണോ അതിന് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് 44 ആണ് M വരുന്നത്, അല്ലേ. അപ്പോൾ എത്ര വാല്യൂസ് എല്ലാം അവിടെ കിട്ടി, എല്ലാം അവിടെ എഴുതി വയ്ക്കുക, അല്ലേ. 45, M 44, C 5, 27 ഇക്വേഷനിലിട്ട് കൊടുക്കുക. എന്ത് കിട്ടും? ആൻസർ 46.11 കിട്ടും. ഇതേപോലെ Q3 നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. Q3യുടെ ഇക്വേഷൻ ആദ്യം എഴുതുക. Q3യുടെ ഇക്വേഷൻ ആദ്യം എഴുതുമ്പോൾ ആ ഇക്വേഷൻ എന്തായാലും നിങ്ങളവിടെ പഠിച്ചേക്കണം. QI എന്നുള്ള ഇക്വേഷൻ
പഠിച്ചു വെക്കണം. അത് എഴുതുമ്പോൾ ഇവിടെ വരുന്ന വാല്യൂ ആലോചിച്ചാൽ മതി. 3n/4 വരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുക. 75 വരും. 75 ഏതിൽ ഉൾപ്പെടും നോക്കുക, അല്ലേ? 75 ഏതിൽ ഉൾപ്പെടും? നമുക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ നോക്കുക. 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾപ്പെടുന്നത് ഇതിലാണ്. 71 കഴിഞ്ഞു. ഇനി 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71 എടുക്കാൻ പറ്റില്ല. 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71 കഴിഞ്ഞു പോയി. 75 ഏതിൽ വരും? 89 നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റൂ. 89 എടുത്തു കഴിഞ്ഞാൽ 75 ഉൾപ്പെടെ വന്നുല്ലോ. അപ്പോൾ എന്തായി? ലോവർ ലിമിറ്റ് 50 കിട്ടും, അല്ലേ? F 18 കിട്ടും. ഡിഫറൻസ് നമുക്കറിയാം C 5 പിന്നെ നമുക്ക് തൊട്ട് മുമ്പുള്ള M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയത് ഏതാണ്? അതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് M. ദാറ്റ് ഈസ് ഇതാണ് M വരുന്നത്, അല്ലേ? അപ്പോൾ 71, അല്ലേ? അത്രയും കാര്യങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഡാറ്റാസ് നമ്മളവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 51.11 കിട്ടും, അല്ലേ? ഇതേപോലെ നമുക്ക് എന്ത് മനസ്സിലായി? ക്ലാസ്സും ഫ്രീക്വൻസി തന്നു കഴിഞ്ഞ് ചെയ്യാൻ മനസ്സിലായി. ഇതേപോലെ ഒരു പ്രോബ്ലം നോക്കുക. എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പ്രോബ്ലം ക്ലാസ് തന്നിട്ടുണ്ട്. 0.9, 10 to 19, 20 to 19. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ചെയ്യാൻ നമുക്ക് ഓൾറെഡി അറിയാം. ക്ലാസ്സും ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ ചെയ്യാൻ അറിയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇവിടെ തന്നിരിക്കുന്ന ക്ലാസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. 0.9 കഴിഞ്ഞ് ഒരു വാല്യൂ വിട്ടിട്ടാണ് പിന്നെ തുടങ്ങുന്നത്. 9, 10 to 19, അല്ലേ? പിന്നെ 19 കഴിഞ്ഞ് 19 എന്നല്ല തുടങ്ങുന്നത്. 19 to 29 എന്നല്ല പറയുന്നത്. 19 കഴിഞ്ഞ് ഒരു വാല്യൂ വിട്ടതിന് ശേഷം 20 - 29. അപ്പോൾ ഈ രീതിയിലാണ് പോകുന്നത്. തന്നിരിക്കുന്ന ക്ലാസ് കണ്ടിന്യൂസ് അല്ല. ഈ രീതിയിലുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മുൻപ്. തന്നിരിക്കുന്ന ക്ലാസ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആക്കിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം, അല്ലേ? അതൊക്കെ നമുക്കറിയാം. ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. പിന്നെ ഫ്രീക്വൻസിയും ക്ലാസ്സും തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ QIയുടെ ഇക്വേഷനും DIയുടെ ഇക്വേഷൻ പുട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷേ തന്നിരിക്കുന്ന ക്ലാസ് കണ്ടിന്യൂസ് കൂടിയാണ്. അപ്പോൾ അതിനെ കണ്ടിന്യൂസ് ആക്കാൻ നമുക്കറിയാം. നമ്മൾ എന്താ ചെയ്യുക? നമ്മളെപ്പോഴും ഒരേ സമയം ലോവർ ലിമിറ്റിൽ നിന്നും അപ്പർ ലിമിറ്റിൽ നിന്നും ഒരു വാല്യൂ ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുകയും ചെയ്യും, അപ്പർ ലിമിറ്റിൽ ആഡ് ചെയ്യുകയും ചെയ്യും. അതൊരേ നമ്പർ എല്ലാവരിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട്. ഇവിടെ ഞാനെന്ത് ചെയ്തു? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? 0 to 9 എന്നുള്ളതിൽ 0യിൽ നിന്ന് 0.5 മൈനസ് ചെയ്തു, 9ൽ കൂടെ ഒരു 0.5 ആഡ് ചെയ്തു. അപ്പോൾ എന്തായി? -0.5 ആവും. 9 കൂടെ ആഡ് ചെയ്താൽ 9.5 ആവും. സെക്കൻഡ് 10 to 19, 10ൽ നിന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ലോവർ ലിമിറ്റിൽ നിന്ന് നമ്മൾ 5.5 കുറയ്ക്കുകയാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ 10 എന്തായിട്ട് 9.5 ആവും. അപ്പർ ലിമിറ്റിൽ നമ്മൾ കൂട്ടുക ചെയ്യണം. 9ൻ്റെ ഒപ്പം 5 കൂട്ടുക ചെയ്ത് 9.5. അതേപോലെ 19ൻ്റെ ഒപ്പം 0.5 കൂട്ടിയാൽ 19.5 ആവും. ഇപ്പോൾ നോക്കി നോക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്കുക. ഓരോന്നും എന്തായി? കണ്ടിന്യൂസ് ആയില്ലേ? ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല, അല്ലേ? 0.5 to 9.5, 9.5 to 19.5, 19.5 to 29.5. ഇപ്പോൾ ഈ രീതിയിൽ എന്തായി? നമ്മുടെ തന്നിരിക്കുന്ന ക്ലാസ് എന്തായി? കണ്ടിന്യൂസ് ആയി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തന്നിരിക്കുന്ന ക്ലാസ് കണ്ടിന്യൂസ് ആയെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കണ്ടിന്യൂസ് ഒരു ക്ലാസ് കിട്ടി, ഫ്രീക്വൻസി കിട്ടി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യനിലേക്ക് എത്തി. ഒരു കണ്ടിന്യൂസ് ക്ലാസ്സും ഒരു ഫ്രീക്വൻസിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ എന്ത് ചെയ്യാനറിയാം? Q1 ചെയ്യാനറിയാം. n/4 കണ്ടുപിടിക്കുന്നു, അല്ലേ? പിന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ എല്ലാം ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ, അല്ലേ? Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? n/4 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ L1 ക്ലാസ് കണ്ടുപിടിക്കാൻ അറിയാം. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? n/4 50 വരുന്നത്. അപ്പോൾ 50 വരുന്നത് ഏത് ഫ്രീക്വൻസി? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് അത് വീഴുന്നതെന്ന് നോക്കുക. ഏത് ഉൾപ്പെടുന്നു നോക്കുക. 4ൽ പെടുമോ? 4ൽ പെടില്ല. 10ൽ പെടുമോ? ഇല്ല. 25ൽ പെടുമോ? ഇല്ല. 47ൽ പെടുമോ? ഇല്ല. ഏതിലേ പെടൂ? 82ലേ പെടുള്ളൂ, അല്ലേ? 82ലാണ് പെടുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് ഇതെടുക്കുന്നു. അതിന് ശേഷം ഓരോ വാല്യൂസും എഴുതിയതിന് ശേഷം, അല്ലേ? M മാത്രം എന്ത് വരും? M എപ്പോഴും എന്താണ്? തന്നിരിക്കുന്ന നമ്മൾ എടുത്തതിന് തൊട്ട് മുമ്പത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ M 47 വരും. അത് മാത്രം ഓർത്ത് വയ്ക്കുകയുള്ളൂ. ബാക്കി ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ Q1 കിട്ടും. അതുപോലെ Q2 കണ്ടുപിടിക്കുക, അതുപോലെ Q3 കണ്ടുപിടിക്കുക. ഇനി ഡിസൈൽസ് ആണെങ്കിൽ എന്താണ്? D4ഉം D7ഉം കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് D4 എന്നതിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, DIയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ D4 എന്താവും? Iയുടെ സ്ഥാനത്ത് 4 ഇട്ടെടുത്ത് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു ഇവിടെ എന്താണോ വരുന്നത് നോക്കുക.
ഇവിടെ 4n/10 വരുന്നത്. അപ്പോൾ ആ 4n/10 ചെയ്യുക. ഈ 8 കിട്ടിയത് നേരത്തെ അതേ ചെയ്ത പോലെ തന്നെ 8 ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരുന്നത് നോക്കുക. അതാണ് നമ്മുടെ D4 ക്ലാസ്. നേരത്തെ ചൂസ് ചെയ്ത പോലെ തന്നെ L4ഉം എമ്മും എഫൊക്കെ ചൂസ് ചെയ്യുക, ഇക്വേഷൻ എടുക്കുക, ആൻസർ കിട്ടും. അതുപോലെ D7 ചെയ്യാം. ഇനി P90 ആണെങ്കിൽ P30 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. P30 പറഞ്ഞാൽ PID ഇക്വേഷൻ തന്നിട്ടുണ്ട്. PID ഇക്വേഷൻ എന്തായിരുന്നു? Li പ്ലസ് എന്തായിരുന്നു IN/100 മൈനസ് M/F × C ആയിരുന്നു. ഇവിടെ I 30 ആയ കാരണം എന്തായിരിക്കും? ഇവിടെ 30 എന്നായിട്ട് മാറും. അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് 30n/100 ഇവിടെ ചെയ്യുക. അപ്പോൾ 60 കിട്ടും. 60 ഏത് ക്ലാസ്സിലാണോ അല്ലേ അത് P30 ക്ലാസ്സായിട്ട് ചൂസ് ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാല്യൂ M ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 47 എടുക്കുന്നു. ബാക്കിയെല്ലാം നമുക്ക് എടുക്കേണ്ടതറിയാം. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? P30 കിട്ടും. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ അതേപോലെ P65 കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നും കൃത്യമായിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയണം. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഏത് വിധേനയാണ് ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. 3 ടൈപ്പ് നമ്മൾ ചെയ്തു. പാർട്ടൈൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഒബ്സർവേഷൻസ് മാത്രം തരാം. അപ്പോൾ ചെയ്യേണ്ടത് അതിന് അസെൻഡിങ് ഓർഡറിൽ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. 2 ഒബ്സർവേഷൻസും ഫ്രീക്വൻസിയും തരാം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടതിന് ശേഷം നമ്മൾ ചെയ്തു. പിന്നീട് വരുന്നത് ക്ലാസ്സും ഫ്രീക്വൻസിയും തരും അല്ലേ. അതിൽ തന്നെ ഒരു സബ് ടോപ്പിക്കാണ് ക്ലാസ് കണ്ടിന്യൂസ് അല്ലാണ്ട് തരാം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ കണ്ടിന്യൂസ് ആക്കിയതിന് ശേഷം ചെയ്യണം. അപ്പോൾ ഈ രീതിയിലുള്ള എല്ലാ പ്രോബ്ലംസും കൃത്യമായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.